വിളക്കുവെച്ചു നാമങ്ങൾ ഉരുക്കഴിച്ചു നാൾ തോറും ദുർഗേ ഭഗവതി നിന്നെ ധ്യാനിച്ചു. ശരിക്കും എംകോമും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഓർക്കസ്ട്ര ലെവലിലൊക്കെ ഞാൻ പാടി തുടങ്ങിയത്. ശരിക്കും ഒരു ലേറ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രൊഫഷണൽ സിംഗിങ്ങിലേക്ക്. സാഥിയാ തൂനെ ക്യാ കിയാ ബേലിയാ യേ തൂനെ ക്യാ കിയാ. കുത്തുകുമ്മി ചെണ്ടയിട് ചൂളമിട്ട് പാട്ട് കേട്ട് വില്ലടിച്ചാൻ കോലടിച്ചാട് ഏ രാസാ നീയോലോലം ചിന്തുപാട്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ചക്രം എന്ന സിനിമയിലെ മീര ജാസ്മിന് വേണ്ടി വോയിസ് നൽകിയ പ്ലേബാക്ക് സിംഗർ ശുഭരഞ്ജിനിയാണ്. നമുക്ക് ശുഭരഞ്ജിനിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശുഭരഞ്ജിനി. എനിക്ക് തോന്നുന്നു ഈ ശുഭരഞ്ജിനി എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് അറിയപ്പെടുന്ന പേരാണ്. പുറത്ത് ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും രഞ്ജിനി എന്ന് മാത്രമേ ഉള്ളൂ. ശുഭരഞ്ജിനി എന്നുള്ള പേരിന് പിന്നില് അതിലോട്ട് നമുക്ക് വരാം. ശരിക്കും അപ്പൊ ഇൻഡസ്ട്രിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ശുഭരഞ്ജിനി എന്നുള്ള പേരിലാണല്ലേ? ശരിക്കുള്ള പേര് രഞ്ജിനി എന്ന് മാത്രമാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഈ എന്താ പറയാ പാട്ടിലേക്കുള്ള ഒരു വരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലോട്ട് നമുക്ക് പോവാം. ചെറുപ്പം മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ വീട്ടിൽ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? അതായത് പറയത്തക്ക ഒരു പാട്ടിന്റെ ഒരു പാരമ്പര്യമൊന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ പറയാനില്ല. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്. അമ്മയുടെ സൈഡിലാണെങ്കിലും അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും പാടും. പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു ടീച്ചറാണ് ഇങ്ങനെ പാടാനായിട്ട് ഒരു കലയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കും. വീട്ടില് പാടാറുണ്ടോ പാട്ട്? വീട്ടിൽ ഇപ്പൊ നമ്മളെല്ലാരും പാടി നടക്കില്ല അതേപോലെ, പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വാസന ഉണ്ടെന്നുള്ളതൊന്നും. എങ്ങനെയാണ് മനസ്സിലായത് ശുഭരഞ്ജിനി ഒരു കലാകാരി ടീച്ചർ ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ പ്രയർ സോങ്ങും അങ്ങനെ ഇങ്ങനെ ആനുവൽ ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ നമ്മൾ ഓരോ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പൊ ടീച്ചർ ഇങ്ങനെ വോയിസ് ടെസ്റ്റ് എടുത്തോണ്ടിരിക്കുവായിരുന്നു എല്ലാവരുടെയും. അപ്പൊ ടീച്ചർ പറഞ്ഞു തന്നതിനനുസരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റി കഴിഞ്ഞപ്പോഴായിരിക്കണം ചിലപ്പോൾ ടീച്ചറിന് തോന്നിയിട്ടുണ്ടാവാ ഇങ്ങനെ പഠിപ്പിച്ചാൽ കൂടുതൽ നന്നാവും എന്നുള്ളത്. ടീച്ചർ അമ്മോട് പറഞ്ഞു. ബേബി എന്നാണ് ടീച്ചറുടെ പേര്. അപ്പൊ ബേബി ടീച്ചർ അന്ന് നൽകിയ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഒരു പക്ഷെ എനിക്ക് പിന്നീട് അതെ. അപ്പൊ അന്ന് അപ്പം മുതലാണ് യൂത്ത് ഫെസ്റ്റിവൽസിനും ഒക്കെ പങ്കെടുത്ത് തുടങ്ങിയത്. അപ്പം ബേബി ടീച്ചർ പഠിപ്പിച്ചെന്ന പാട്ടുകൾക്കെല്ലാം എനിക്ക് അന്നത്തെ കാലത്ത് യുവജനോത്സവങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടാതെ വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. സ്കൂളിലെ എല്ലാ സോങ്സിന്റെ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ്. അതെ. അന്ന് രഞ്ജിനി മാത്രമേ. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കേണ്ട ആ ഒരു രീതിയിലേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കൂടില്ല. കാരണം ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടെന്ന് തന്നെ നമുക്ക് നമ്മള് പാട്ടുകാരെന്ന് പറയുമ്പോൾ ആരും പഠിച്ചിട്ടുമില്ല, അങ്ങനെ ശാസ്ത്രീയമായിട്ട് ആരും അഭ്യസിച്ചിട്ടൊന്നുമില്ല. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. യൂത്ത് ഫെസ്റ്റിവൽസിന് പോകുന്നു, സമ്മാനം കിട്ടുന്നു, അത് സന്തോഷമുള്ള കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ അതെ. അന്ന് പാടിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അന്ന് യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് കിട്ടിയ പാട്ട് അതിനകത്തൊരു പ്രപഞ്ചമാനസം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അതെ. പ്രപഞ്ചമാനസ വീണയിലുണരും പ്രേമം വിളിക്കുന്നു, വിശ്വപ്രേമം വിളിക്കുന്നു. കിളികളെ ഇണക്കിളികളെ ഈ സംഗീതപ്പുഴയുടെ തീരത്തിരുന്നൊന്നു സല്ലപിക്കാൻ പോരൂ, ചിറകുരുമ്മി ഉല്ലസിക്കാൻ പോരൂ. ഒരുപാട്
പഴയ പാട്ടാണ്. lyrics ഒക്കെ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് പാടണ പോലെ. അതൊരിക്കലും മറക്കില്ല. കാരണം നമുക്ക് അന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പ്രൈസ് കൊണ്ടുവരുന്ന പാട്ടാണ്. ആ പാട്ട് ഓർമ്മ ഉണ്ടാവുന്ന എനിക്ക് പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് ഞാൻ പാടാൻ തന്നെ പറഞ്ഞത്. പക്ഷെ ലിറിക്സ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട്. എന്നിട്ട് പിന്നെ കോളേജ് എവിടെയായിരുന്നു? പിന്നീട് കോളേജിൽ ഞാൻ സെന്റ് ജോസഫിലായിരുന്നു പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരികൾ അതെ 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 വാർത്തെടുത്ത് വന്നിട്ടുള്ള. ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത്? ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും അന്ന് കൂടെ പഠിച്ചിട്ടുള്ള? രഞ്ജിനി ജോസ് എന്റെ ജൂനിയർ ആയിരുന്നു. ശരി, പിന്നെ രാജലക്ഷ്മി, വന്ദന, അതെ എന്റെ ജൂനിയർ ആയിരുന്നു. വന്ദന, രഞ്ജിനി ജോസ്, രണ്ട് രഞ്ജിനി. അതെ, ഒരുപക്ഷെ അത് നേരത്തെ പറഞ്ഞല്ലോ ആ പേരിന്റെ കാര്യം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കോളേജ് തലത്തിലും അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ പാടുക എന്നുള്ളതൊന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നൊന്നുമില്ല. ശരിക്കും എംകോമും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഓർക്കസ്ട്ര ലെവലിലൊക്കെ ഞാൻ പാടി തുടങ്ങിയത്. ശരിക്കും ഒരു ലേറ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രൊഫഷണൽ സിംഗിങ്ങിലേക്ക്. അതും വളരെ യാദൃശ്ചികമായിട്ട്. കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കവർ സോങ്സോ അല്ലെങ്കിൽ ഡിവോഷണൽ ആൽബം സോങ്സ് ഒക്കെ പാടി? ഇല്ല, പ്രൊഫഷണൽ സിംഗിങ്ങേ ഇല്ല. കോളേജിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവൽസിന് പോവും. അങ്ങനെ എംകോമിന് പഠിക്കുമ്പോഴായിരുന്നു ലൈറ്റ് മ്യൂസിക്കിനും ഫസ്റ്റ് കിട്ടിയതും ഒക്കെ. തേവര SH-ലായിരുന്നു ഞാൻ എംകോം ചെയ്തത്. അന്ന് പാടിയത് ഇതേപോലെ. അതെ അതെ, ചിറ്റൂർ ഗോപിച്ചേട്ടൻ. ഇല്ല, ഞാനൊരു 5 കൊല്ലത്തോളം പിന്നെ ലൈറ്റ് മ്യൂസിക്കിന് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ. അല്ല, പിന്നെ എംകോമിന് വന്നപ്പോഴാണ് അങ്ങനെ SH-ന്നാണ് ലൈറ്റ് മ്യൂസിക്കിന് പിന്നെയും പോകുന്നത്. അപ്പൊ അന്ന് ഗോപിച്ചേട്ടൻ, ചിറ്റൂർ ഗോപിച്ചേട്ടൻ എഴുതിയിട്ട് സെബി നായരമ്പലം ഈണം നൽകിയ ഒരു പാട്ടായിരുന്നു അന്ന് എനിക്ക് പാടാൻ പറ്റും. അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. വാത്മീകിയെഴുതിയ രാമായണത്തിലെ ശാലീനവതിയാം മൈഥിലി നീ, ആത്മാവിൽ ശ്രീരാമ രൂപം പ്രതിഷ്ഠിച്ച ത്രേതായുഗത്തിൻ്റെ നന്ദിനി നീ, നന്ദിനി നീ, നന്ദിനി നീ. ഈ ഒരു പാട്ട് അടിപൊളി, നല്ല വോയിസ്. ഈ പാട്ടിനായിരുന്നു അന്നത്തെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവോഷണൽ സോങ്സ് ഒക്കെ എപ്പോഴാണ് പാടി തുടങ്ങിയത്? അത് എംകോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു ഓർക്കസ്ട്രയിൽ പാടാനായിട്ട് അവസരം കിട്ടുന്നത്. അതെ, അത് കൊച്ചിയിലുള്ള ഒരു MM ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്, മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്, അവിടെയാണ് ഞാൻ ലൈവായിട്ട് ആദ്യം പാടുന്നത്. അപ്പൊ തീർത്തും ഒരു അപരിചിതമായ ഒരു ലോകമായിരുന്നു. അതുവരെ ഇങ്ങനെ ഫിലിം സോങ്സ് ഒന്നും അങ്ങനെ പാടാറോ പഠിക്കാറോ ഒന്നും ഇല്ലായിരുന്നു. അതാണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ ഭയങ്കര മ്യൂസിക് ലവേഴ്സ് ആണ്. അവരങ്ങനെ പാട്ടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടരാണ്. അപ്പൊ അവിടെ പാടാൻ പറ്റുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയായിരുന്നു ശരിക്കും. അപ്പൊ തുടക്കം അവിടെ നിന്നായിരുന്നു. ഡിവോഷണൽ സോങ് അല്ലേ? അല്ലല്ല, ആദ്യം ഗാനമേളകൾക്കാണ് പാടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പ്രദീപ് മേനൻ എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡ് ആർട്ടിസ്റ്റ്, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹമാണ് എന്നെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ റെക്കോർഡിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പം ലീഡിങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള ജെർസൺ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹമാണ്. ജെർസൺ ചേട്ടന്റെ ഒരുപാട് ഡിവോഷണൽസ് ഒരുപാട് പാടിയിട്ടുണ്ട്. ഒരുപാട് പഠിക്കാനും ആ സമയത്ത് എന്താണ് ജെർസൺ ചേട്ടൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്സുകളും. അതെ 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 അതെ, സംഗീതത്തെ നമ്മൾ അതുവരെ സമീപിച്ചിരുന്നത് വേറൊരു രീതിയിലാണെന്ന് തന്നെ നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. സത്യം. ആ ഒരു പോയിന്റിലാണോ എനിക്ക് എന്റെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ളത് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അപ്പോഴും നമ്മൾ അങ്ങനെ ഒരു എന്താ അറിയോ, നമ്മളുടെ വീട്ടില് അങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ എടുത്തവരില്ല. ഇത് സീരിയസ് ആയിട്ട് മ്യൂസിക് പഠിച്ചവർ തന്നെ ഇല്ല. അപ്പോ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം എന്ന് പറഞ്ഞാല് ഒരു സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലി അങ്ങനെ കിട്ടിപ്പോവാ. പിന്നെ പാട്ട് പാടുന്നത് അവർക്ക് സന്തോഷം തന്നെയാണ്. അപ്പൊ അന്നൊന്നും ഇത് തുടർന്ന് നിലനിൽക്കുക, അപ്പൊ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിൽ കവിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് പാഷന്റെ ഭാഗമായിട്ടാണ് എടുത്തത്. പക്ഷെ അന്ന് പരമാവധി നന്നാക്കാനായിട്ട്, കിട്ടുന്ന അവസരങ്ങൾ നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പൊ ജേസൺ ചേട്ടന്റെ കൂടെ ഡിവോഷണൽ സോങ്സ് എത്ര എണ്ണം പാടിയിട്ടുണ്ട്?
അത് ഒരുപാട് ഒരുപാട് പാടിയിട്ടുണ്ട്. ചേട്ടൻ കമ്പോസ് ചെയ്ത മൂവീസിൽ പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് കമ്പോസ് ചെയ്തതിൽ പാടിയിട്ടില്ല. ഡിവോഷൻസ് ആണ് കൂടുതലും പാടിയിട്ടുള്ളത്. ചേട്ടന്റെ ഡിവോഷൻ സോങ്സിൽ ഏറ്റവും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും? ജെർസൻ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽസ് ആണല്ലോ കൂടുതൽ ചെയ്യാം. അപ്പോൾ ചുരുക്കം ചില ഹിന്ദു ഡിവോഷണൽസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ത്രിപുരാം നമാമി എന്ന് പറഞ്ഞിട്ട് ശ്രീ ജയൻ പള്ളുരുത്തി എഴുതിയിട്ട് ജെർസൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു ആൽബത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് എഴുത്തിൻ്റെ അസുഖമുണ്ട്. അപ്പൊ ഹസ്ബൻഡ് എഴുതി ജെർസൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു ഹിന്ദു ഡിവോഷണലും കൂടെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ശരി, അപ്പൊ നമുക്ക് ഹസ്ബൻഡ് രഞ്ജിത്ത് അല്ലേ ഹസ്ബൻഡ്? രഞ്ജിത്തേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ശതകോടി സൂര്യന്റെ പ്രഭ തൂകി നിൽക്കുമാ കാർമുകിൽ വർണ്ണനെ കണ്ടിടുവാൻ. ശതകോടി സൂര്യന്റെ പ്രഭ തൂകി നിൽക്കുമാ കാർമുകിൽ വർണ്ണനെ കണ്ടിടുവാൻ. ഉദയാരുണ കിരണങ്ങൾ ഒളിവീശും നേരത്ത് കണ്ണന്റെ സന്നിധി പൂകിടേണം. ഉദയാരുണ കിരണങ്ങൾ ഒളിവീശും നേരത്ത് കണ്ണന്റെ സന്നിധി പൂകിടേണം. ശതകോടി സൂര്യന്റെ പ്രഭ തൂകി നിൽക്കുമാ കാർമുകിൽ വർണ്ണനെ കണ്ടിടുവാൻ. നല്ല ഒരു പാട്ട്. ഇത് ഏതെങ്കിലും അമ്പലത്തിൽ പ്ലേ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? കാരണം നമ്മൾ ചില അമ്പലത്തിലൊക്കെ പാട്ട് വെക്കുമ്പോൾ നമ്മൾ അവിടെ തൊഴാൻ പോകുമ്പോൾ നമ്മുടെ പാട്ട് കേൾക്കാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയില്ല. ശ്രീ MG അനിൽ ഉണ്ടല്ലോ, ഗിറ്റാറിസ്റ്റ്. അപ്പൊ പുള്ളിയുടെ ഒരു എളമക്കര അമ്പലത്തിന് വേണ്ടിയിട്ട് ഒരു സുപ്രഭാതം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ദിവസവും രാവിലെ എളമക്കര അമ്പലത്തിൽ അപ്പൊ അതൊരു സന്തോഷം. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അത് ഏതായിരുന്നു ആ പാട്ട്? അത് സുപ്രഭാതം, ട്രഡീഷണൽ സുപ്രഭാതം പോലെ തന്നെ ചെയ്തതായിരുന്നു. അപ്പൊ അത് എല്ലാ ദിവസവും അവിടെ അമ്പലത്തിൽ വെക്കാറുണ്ട്. ശരി ശരി. ഇപ്പൊ ജേസൺ ചേട്ടന്റെ ഇപ്പൊ ഈ റെക്കോർഡിംഗ് പറഞ്ഞല്ലോ, അപ്പം ഈ ഫസ്റ്റ് ടൈം റെക്കോർഡിംഗ് അതിൽ പോകുമ്പോ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും? അത് നമുക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. ഒട്ടും പേടിയായിരുന്നു. കാരണം ജെർസൺ ചേട്ടന്റെ വലിപ്പം തന്നെ എനിക്ക് അറിയില്ല അന്ന്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയെ പറ്റി സീറോ നോളജ് ആണ്. അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് അവിടെ ചെല്ലുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ ഭയങ്കര കൂളാണ്. സാധാരണ സമയത്ത് പേടിയാണല്ലോ, ടെൻഷൻ അല്ല, നമുക്ക് അറിവ് തീരില്ലാത്തപ്പോ പേടി ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ പാട്ട് നേരത്തെ അയച്ചു ഇല്ല അപ്പൊ പഠിപ്പിച്ചു. അപ്പൊ ജെർസൻ ചേട്ടന് ഇഷ്ടമായി. കാരണം സ്റ്റുഡിയോയിൽ ഒരിക്കലും നമുക്ക് നേരത്തെ പാട്ട് കിട്ടി അങ്ങനെ പഠിപ്പിക്കൽ വളരെ കുറവാണ്. ഇപ്പൊ പിന്നെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ചെല്ലുമ്പോ നമ്മളെ ഇരുത്തി പഠിപ്പിച്ച് അപ്പൊ തന്നെ നമ്മൾ പാടുകയാണ്. അപ്പോ ജെർസൻ ചേട്ടൻ അത് വളരെ ഒരു സന്തോഷമായിരുന്നു. കാരണം പെട്ടെന്ന് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോണ്ടായിരിക്കാം. ജെർസൻ ചേട്ടൻ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പൊ എങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കണം എന്നുള്ളത് ജെർസന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്കും വലിയ പ്രശ്നങ്ങൾ ടെൻഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് കൂളായിട്ട് പാടി. പിന്നെ നമുക്ക് സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രി ഇത് കഴിഞ്ഞിട്ടാണോ? ഇത് കഴിഞ്ഞിട്ടാണ് ഒരു കോള് വന്നത്. ഡിവോഷണൽസിന് പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രദീപേട്ടൻ തന്നെയാണ് രവീന്ദ്ര മാസ്റ്ററിനെ പരിചയപ്പെടുത്തുന്നത്. രവീന്ദ്ര മാസ്റ്റർ അന്നെന്തോ വേറെന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ സിംഗറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജസ്റ്റ് എന്നെ ഒരു വോയിസ് ടെസ്റ്റിന് വിളിച്ചതാണ്. അപ്പൊ അന്നൊരു സീരിയലിന്റെ കമ്പോസിങ് നടക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കാണുമ്പോൾ അത് ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്തൊരു സീരിയലാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പാടിപ്പിച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പാടാനുള്ളതല്ല കേട്ടോ, ജസ്റ്റ് വോയിസ് മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഫീമെയിൽ വേർഷൻ ഒന്ന് പാടണം. അത് ആക്ച്വലി ബിജു നാരായണനാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എന്നാലും ഫീമെയിൽ വേർഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് വന്ന് പാടണം എന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ഒരു സർപ്രൈസ്. നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് തീരെ പ്രതീക്ഷയില്ല അത് പാടേണ്ടി വരുമോ എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മള് ഏതൊരു
ഏതൊരു സിംഗറും നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമയിൽ ഒരു പാട്ട് പാടണം എന്നുള്ളതാണ്. അപ്പൊ അത് രവീന്ദ്ര മാസ്റ്റർ കാണാൻ പറ്റുക തന്നെ എന്റെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോണസ് ആണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ സാറിന്റെ വായോണ്ട് തന്നെ നമുക്ക് ഒരു പാട്ടിനൊരു അവസരം കിട്ടാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അത് ആ സീരിയലിലെ പാട്ടാണ് ആദ്യം പാടുന്നത്. ആണല്ലേ? അത് ഏതായിരുന്നു? ഇത് ആതിരത്താരം പോൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. ചേച്ചിയമ്മ എന്ന് പറഞ്ഞ സീരിയലില് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തത്. ആതിരത്താരം പോൽ ദീപം കാട്ടുന്ന താമര പൂമകളേ, എങ്ങും വെളിച്ചം വിതറുന്ന മറ്റൊരു മംഗളമലർ വിളക്കേ, അങ്ങനൊരു പാട്ട്. ശരി, സീരിയലിന്റെ പാട്ടായ കാരണം എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് കേൾക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലും പിന്നെ ടൈറ്റിൽ മ്യൂസിക് ആവുമ്പോ കുറെ നാൾ കഴിയുമ്പോ അവര് പാട്ട് കട്ട് ഷോട്ട് ചെയ്യുമല്ലോ. അപ്പൊ കുറെ നാള് ഒരു 2 മാസത്തോളൊക്കെ ആ പാട്ടുകൾ ഇങ്ങനെ കേട്ടിരുന്നു. എല്ലാ വീട്ടിലും ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞെങ്കിൽ എത്ര മണിക്കായിരുന്നു ആ സീരിയല്? അതെനിക്ക് തോന്നുന്നു 7 o'clock 7 o'clock എല്ലാ വീട്ടിലും രഞ്ജിനിയുടെ പാട്ട്. ചേച്ചിയമ്മ എന്നുള്ള സീരിയൽ ആരായിരുന്നു എനിക്കൊരു സാജൻ സാറിന്റെ സീരിയൽ ആയിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാരും സീരിയൽ കാലഘട്ടമാണല്ലോ. അന്നത്തെ കാലത്ത് സീരിയലായിരുന്നു. അതെ അതെ അതെ, ഇപ്പോഴും മോശമൊന്നുമില്ല. രവീന്ദ്രമാഷിന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് റെക്കോർഡിംഗ് വിത്ത് സാറിന്റെ കൂടെ? മാഷു ഈ പറഞ്ഞ മാതിരി നമ്മള് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളെ അല്ല. പറഞ്ഞു കേൾക്കുമ്പോ ഭയങ്കര അഡമന്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള, നമ്മള് പാടുന്നത് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചീത്ത പറയുന്ന അങ്ങനെ ഒരാളെ അല്ല. അപ്പം റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കംഫർട്ടബിൾ ആക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. പിന്നെ പല്ലവിയൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മാറി തന്നു, നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പാടി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോളാം. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് കേട്ടിട്ട് പുള്ളി എന്നെ വിളിക്കായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതപ്പോ അവിടെ അവസാനിച്ചു. അത് നമുക്കൊരു പ്ലഷർ ആയിട്ട് ഇപ്പോഴും അങ്ങനെ. എന്തെങ്കിലും കറക്ഷൻസ് ആ പാട്ടില് സ്വന്തമായിട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതൊന്നും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് തോന്നില്ല. ബിജു ചേട്ടൻ പാടി വെച്ചിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ പാടിയത്. അപ്പൊ ബിജു ചേട്ടൻ പാടിയിരിക്കുന്ന മാതിരി തന്നെ ഞാൻ അന്ന് പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ജെർസൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്, അത്യാവശ്യമായിട്ടൊന്ന് സ്റ്റുഡിയോ വരെ വരണം കേട്ടോ ഈ പാട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ജെർസൻ ചേട്ടൻ അല്ലെങ്കിലും അങ്ങനെ റെക്കോർഡിങ്ങിന് വിളിക്കാറുള്ളൂ, വേഗം വരൂ വേഗം വരൂ. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്താന്ന്, സാധാരണ ഡിവോഷണൽ ആയിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആകെ കുറച്ച് വരികളേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരിയൊക്കെ നോക്കിയപ്പോൾ ഡിവോഷണലിന്റെ ഛായൊന്നും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഇത് സിനിമയാ, ചക്രം എന്നാണ് സിനിമയുടെ പേര്. വിജയ് യേശുദാസിന്റെ കൂടെ ഡ്യുവറ്റ് ആണ്. ആകെ കുറച്ച് വരികളേ ഉള്ളൂ, വേഗം പാടിപ്പോവാം. അങ്ങനെയാണ് ചക്രത്തിലോട്ടുള്ള എൻട്രി വന്നത് മീരാജാസിന് വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നു അതില് പൃഥ്വിരാജിന് ഒരു 10-20 വയസ്സ് 21 വയസ്സുള്ള ഒരു ഫെസ്റ്റിവൽ സോങ്. അതെ ഫെസ്റ്റിവൽ സോങ്. അത് 4 വരി. പിന്നെ തീർച്ചയായിട്ടും കുത്തുകുമ്മി ചെണ്ടയിട് ചൂളമിട്ട് പാട്ട് കേട്ട് വില്ലടിച്ചാൻ കോലടിച്ചാട് ഏറാസാ നീയോലോലം ചിന്തുപാട് ആറുമുഖം വേലായുധൻ റാക്കടിച്ച് കറങ്ങുമ്പം റാക്കോഴി പറന്ന് വந்தே ഹര ഹരോ പയ്യാരം പറന്ന് വந்தേ. എനിക്ക് തോന്നുന്നു ഗാനമേളയ്ക്കൊക്കെ എല്ലാവർക്കും പാടാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ ആ പാട്ട് അങ്ങനെ ആരാ പാടിയെന്നൊന്നും ശ്രദ്ധിക്കാൻ മാത്രമുള്ള ഒരു വൈബൊന്നും അന്ന്. പിന്നെ ഇന്നത്തെ കാലത്തെ പോലെ അത്ര ആ ഒരു മാർക്കറ്റിംഗ് കാലത്തായിരുന്നെങ്കിൽ ആ പാട്ട് ഭയങ്കരമായിട്ട് ആവുമായിരുന്നു. കാരണം അതിൽ എനിക്ക് തോന്നുന്നു പിക്ചറൈസേഷൻ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം പൃഥ്വിരാജും മീര ജാസ്മിനൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ശ്ലോകദാസൻ ഡയറക്ഷൻ. ആ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് വല്ലതും വന്നിരുന്നോ? ആ പാട്ട് കഴിഞ്ഞിട്ട് ആണ് ഈ പറഞ്ഞ മാതിരി മാഷി ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ചക്രം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാടിയിരിക്കുന്നത്, മീര ജാസ്മിന് വേണ്ടിയിട്ടാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേറൊരു ഇഷ്യൂ ഉള്ളത് എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചപ്പോ, നിന്റെ പേര് രഞ്ജിനി എന്നായത് കൊണ്ടേ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് രഞ്ജിനിമാരുണ്ട്, അപ്പൊ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, അതുകൊണ്ട് ഞാൻ സ്ലൈറ്റ് ആയിട്ടൊന്ന് പേര് മാറ്റാം. അങ്ങനെയാണ് ശുഭരഞ്ജിനി എന്ന് അറിയപ്പെട്ടാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഒരു ഞെട്ടലായിരുന്നു. രവീന്ദ്രമാഷാണ് രഞ്ജിനിനെ ശുഭരഞ്ജിനി എന്നുള്ള പേര്. അപ്പൊ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ടാണ് ഈ ശുഭരഞ്ജിനി എന്നുള്ള പേരിൽ പിന്നെ അറിയപ്പെട്ടു തുടങ്ങിയതല്ലേ.